കോന്നിയിൽ ഒരു ഡേ ട്രിപ്പിന് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ് വെൻ ഐലൻഡ്. സോ ഇന്ന് ഞാനും അവനും കൂടെ അങ്ങോട്ടാണ് പോണത്. ലൂൺ സെൻട്രലിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് വേണം ലാൻഡ്സ്ക്രോണിക്ക് പോകാൻ വേണ്ടിയിട്ട്. അതൊരു 20 മിനിറ്റ്സ് ഉണ്ട്. ആൻഡ് ലൂൺ സെൻട്രലിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് വേറൊരു 10 മിനിറ്റ്സ്. സോ നമുക്കൊരു 30 മിനിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ലാൻഡ്സ്ക്രോൺ ഇറങ്ങിയിട്ട് അടുത്തൊരു ബസ് എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത് ഫെറി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി തലേന്ന് തന്നെ ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെൻ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ്. ഡേറ്റ് ചൂസ് ചെയ്യുക, ടൈം സെലക്ട് ചെയ്യുക, ആൻഡ് ദാറ്റ്സ് ഇറ്റ്, പേ ചെയ്യുക കേട്ടോ. അപ്പം മെയിലിലേക്ക് മെയിൽ വന്ന് കിടക്കും. ഓൾസോ നമുക്ക് അവിടെ പോയാൽ നമുക്ക് അവരൊരു കുഞ്ഞ് മാപ്പ് തരും. സോ ദാറ്റ് നമുക്ക് അവിടെ എത്തിയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. രാവിലെ 8:30 ഇവരുടെ ഫസ്റ്റ് ഫെറി ഉണ്ടായിരുന്നത്. നമ്മൾ അത് തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഒരു 8:20 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫെറിനുള്ളിൽ കയറി. അരമണിക്കൂറാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് വെൻ ഐലൻഡിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. പെട്ടെന്നാണ് കേട്ടോ ആൾക്കാർ കൂടിയത്. നമ്മളവിടെ എത്തിയ സമയത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായുള്ളൂ. ഫെറി എടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നു. കണ്ടോ, അത്ര ആൾക്കാർ നമ്മൾ വന്ന ഫെറിയിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇപ്പം നടക്കുന്ന ഇങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ ബൈസിക്കിൾ റെൻറ്റ് ചെയ്യണം ഇവിടെ എത്തിയാൽ. ഓൾസോ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം സൈക്കിൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരും ചെയ്യാം. അതിന് നമ്മൾ അഡീഷണൽ പേ ചെയ്യണം ഫെറിയിൽ കൊണ്ടുവരാൻ വേണ്ടി. സോ ഇറ്റ്സ് ബെറ്റർ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്നത്. സൈക്കിളും ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ. തലേന്ന് തന്നെ നമ്മൾ അതും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രീ ബുക്ക് ചെയ്ത ആൾക്കാരുടെ കൗണ്ടറിലുള്ള ആ ഒരു ക്യൂവിലാണ് നമ്മൾ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഓൾറെഡി എൻ്റെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. സോ എനിക്ക് ഒരു കുട്ടി സൈക്കിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഫ്രീക്വൻ്റ്ലി സൈക്കിൾ ഓടിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഈ സൈക്കിളിൽ അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല. ഞാൻ സൈക്കിൾ എടുത്തു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു, മാപ്പ് കണ്ടിട്ട് റൂട്ട് നോക്കി. കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവരും പോകുന്നത് ഈ ഒരു റൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു റൂട്ട് ചൂസ് ചെയ്തു. ശീലമില്ലാത്തൊരു കാര്യം കുറച്ച് നേരം ചെയ്യുമ്പോൾ തന്നെ ഒരു ടയേർഡ് ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സ്നാക്ക് ബ്രേക്ക് എടുത്തു. ലാസ്റ്റ് ഇയർ സമ്മറിൽ വരണമെന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു വെൻ ഐലൻഡ്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ സമ്മർ തീരുന്നതിന് മുന്നേ എന്തായാലും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടെ സൈക്കിൾ ചവിട്ടിയപ്പോൾ നമ്മളിത് കടലിൻ്റെ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോയിൽ സൈക്കിൾ ചവിട്ടുന്നത് കാണിക്കുന്നത്. കുറേ അധികം നേരം ചവിട്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു കുഞ്ഞ് ലൈറ്റ് ഹൗസ് ഉണ്ട്, അങ്ങോട്ട് പോകുന്നത്. അപ്പം ലൈറ്റ് ഹൗസ് തപ്പി പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അൽപ്പാക്കാസിനെ സ്പോട്ട് ചെയ്തത്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു അനിമൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ ഈ മൃഗങ്ങളെയൊക്കെ കണ്ടാൽ പേടിയാണ്. പക്ഷെ ഇതുങ്ങൾ ഭയങ്കര പാവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒന്നുമില്ല, അതിൻ്റെ ഒരു കയറുണ്ട്. ആ കയറും വെച്ച് നമ്മളിങ്ങനെ അതിനെ പോയിട്ട് തീറ്റ കൊടുക്കണം. പക്ഷെ ഇതിനൊക്കെ അഡീഷണൽ പേ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തില്ല. പക്ഷെ എന്നാലും അവിടെ നിന്നിട്ട് അവരൊക്കെ ചെയ്യണത് കണ്ട് കുറച്ച് നേരം എൻജോയ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈക്കിൾ ചവിട്ടിൽ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പോകുമ്പോഴാണ് ഇവിടുത്തെ കുറേ വീടുകൾ കാണാൻ തുടങ്ങി. ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള വീടുകളും വലിയ വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു. വീടിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് പൂക്കളും ഗാർഡൻ തന്നെ. ഒരു സമ്മർ ഹൗസ് ആണെന്ന് തോന്നുന്നു. ഒന്നല്ല, സമ്മർ ഹൗസസ് ആണെന്ന് തോന്നുന്നു. ഇതാണ് ലൈറ്റ് ഹൗസ്. നമ്മൾ ആക്ച്വലി ഈ ലൈറ്റ് ഹൗസും പാസ് ചെയ്ത് മുന്നോട്ട് പോയി. ലൈറ്റ് ഹൗസ് ഒന്നും കണ്ടില്ല, കാരണം അത്രയും ചെറുതായിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ടാണ് ഈ ലൈറ്റ് ഹൗസ് കണ്ടത് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉള്ള ഒരു ദിവസമായതുകൊണ്ട് പെട്ടെന്ന് ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസ് കണ്ടതിന് ശേഷം നമ്മൾ വിചാരിച്ചു ഓക്കെ, നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന്. ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല.
ലഞ്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിള്ളേർ ഇങ്ങനെ കടലിലേക്ക് ചാടുന്നതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം, അങ്ങനെ റഷ് ഒന്നുമില്ല, കുറച്ച് റിലാക്സ് ആയിട്ട് ഒരു വേറെ തിരക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ സൈക്കിൾ ഓട്ടി തുടങ്ങിയപ്പോൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറാൻ തുടങ്ങി. കുറച്ചും കൂടി നമ്മൾ ഫീൽഡിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ തുടങ്ങി. ഈ വിഷ്വൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം നമ്മളും അങ്ങനെ സൈക്കിൾ ചവിട്ടി. രണ്ട് സൈഡിലും പാടങ്ങളൊക്കെയാണ്. സൈക്കിൾ ഔട്ടി തളർന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ 1 day ട്രിപ്പിൻ്റെ ഓൾമോസ്റ്റ് 3/4 കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ സൈക്കിൾ ഔട്ടിയിട്ട് എത്തുന്നത് മെയിൻ ടൗണിലേക്കാണ്. അവിടെ ഒരു 1-2 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. 2 ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് പോകേണ്ടത് ആ ഒരു ചേർച്ചിൽ അങ്ങോട്ട് വേണം നമുക്ക് പോകാൻ. അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ആവാന്ന് കരുതിയിട്ട് സൈക്കിളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെയുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ആൾക്കാർ ഈ ഐലൻഡിൽ ഉണ്ടെന്ന്. സൈക്കിൾ കൂട്ടുന്നവരുണ്ട്, അതല്ലാണ്ട് സ്കോനിലാഡൻ ട്രെയിലും ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ പോകുന്നുണ്ട്. അപ്പം നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ക്വിക്ക് ഡ്രിങ്ക് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തു. ഇതാണ് നമ്മളെ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഒരു പഴയ ചേർച്ചാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു സെമിത്തേരി ഉണ്ട് കേട്ടോ. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ തളർന്നിട്ടുണ്ട്. ചവിട്ടി ഞാൻ തളർന്നതാണ്. പക്ഷേ ഈ ചേർച്ചിൻ്റെ ബാക്കിൽ പോയാൽ നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാൽ ഈ ഐലൻഡിൻ്റെ ബെസ്റ്റ് വ്യൂ കാണാൻ പറ്റും. അവിടെയും കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു മ്യൂസിയം ആണ്. പക്ഷേ മ്യൂസിയത്തിന് ഉള്ളിൽ കയറണം നമുക്ക് പ്ലാൻ ഉണ്ടായില്ല. ഒന്നാമത്തെ കാര്യം അവിടെ കയറാൻ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഒരു മ്യൂസിയം എൻജോയ് ചെയ്യുന്ന ആളല്ല. പിന്നെ ഞാൻ നല്ല ടയേർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ സൈക്കിൾ ഉന്തി നടക്കുകയായിരുന്നു, സൈക്കിൾ ചവിട്ടുമായിരുന്നില്ല. അങ്ങനെ ഇതാണ് നമ്മളെ മ്യൂസിയം. സിക്സ് 6:30 നമ്മൾ റിട്ടേൺ ഫെറി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3/4 മണിക്കൂർ എന്തോ ബാക്കിയുണ്ടായിരുന്നു. അടുത്ത് തന്നെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പം അമ്മൻ പറഞ്ഞു നമുക്ക് അവിടെ പോയിരിക്കാം. പിന്നെ ഞാനും ടയർഡ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവൻ അവിടെ ഇരുന്ന് കണ്ടോട്ടെ, എനിക്ക് അവിടെ സൈഡിൽ കണ്ട് കിടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ പോയിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരു 20-25 മിനിറ്റ്സ്. എന്നിട്ട് നമ്മൾ സൈക്കിൾ രാവിലെ എടുത്തിട്ടുള്ള സ്ഥലമില്ലേ, അങ്ങോട്ടേക്കാണ് സൈക്കിൾ ഓട്ടി ഇപ്പോൾ പോണത്. നമ്മളെ 1 day ട്രിപ്പ് വെന്നിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ടൈം 5:45 ഇൻ 20 മിനിറ്റ്സ് നമുക്ക് തിരിച്ച് ഫെറി ഉണ്ട് ലൂണിലേക്ക്. അടിപൊളി ഒരു ദിവസമായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. സൈക്കിൾ റെന്റ് ചെയ്യാം, സൈക്കിൾ ചവിട്ടാം, അടിപൊളിയാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ച് ടയർഡായിട്ടോ. അയ്യോ ഇതെപ്പോൾ തീരും എന്നൊക്കെ തോന്നി. പക്ഷേ എന്നാലും ഒരു ഡേ ട്രിപ്പിന് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ്. കോണിപ്പാസൊക്കെ ഉള്ള സമയത്ത് വരികയാണെങ്കിൽ ഫെറീൻ്റെ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. സോ യെസ്, ബൈ. Alright, so this is the island of Ven. It's 4 kilometers from Sweden and about 8 kilometers from Denmark that way. So it sits right in the middle. It's a really good day trip. So you come here around 8 a.m. You can rent a bike for about 200 kroner per person, and you can ride it around the island and have a really nice day trip. Yeah, the island's really small. It's only 12 kilometers in circumference. So, nothing too bad. And it looks really pretty. There are like some really nice viewpoints. There are some really nice fields. What else did we see? We saw some alpacas. What else did we see? We saw a football match. So all in all, would recommend. Come when it's summer. Come when the sun's shining and come with somebody you love, like I did. You'll have a really nice day.